സഞ്ചാർ സാധ്യ ആപ്പിനെ ചൊല്ലി വലിയ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുൻനിർത്തി സഞ്ചാർ സാധ്യ ആപ്പ് ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ പാർലമെന്റിനകത്തും പുറത്തും വരെ പ്രതിഷേധം ശക്തമായി. പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാനും അവരെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കുവാനുമുള്ള നീക്കമാണിതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പെഗാസസ് ഉപയോഗിച്ച് രാജ്യത്തെ പൗരപ്രമുഖരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള നീക്കമാണിതെന്നും ആപ്പ് മൊബൈലുകളിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏകപക്ഷീയമായ നിർദ്ദേശം സ്വേച്ഛാധിപത്യത്തിന് സമാനമാണെന്നും ആരോപണം ഉയരുന്നു. എന്താണ് സഞ്ചാർ സാധ്യ ആപ്പ്? എങ്ങനെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്? നോക്കാം. ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ പുതിയ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും സഞ്ചാർ സാധ്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് നിർബന്ധമാക്കിയതോടെയാണ് ഇത് ചർച്ചാ വിഷയമാകുന്നത്. ഇതു സംബന്ധിച്ച എല്ലാ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നവംബർ 28-നാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനായി നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും സഞ്ചാർ സാധ്യ മൊബൈൽ ആപ്ലിക്കേഷൻ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മൊബൈൽ ഫോൺ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോക്താക്കൾക്ക് അത് വേഗത്തിൽ തിരിച്ചറിയണമെന്നും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയണമെന്ന വിധത്തിലുമായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അത് പ്രവർത്തനരഹിതമല്ലെന്നും നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പുവരുത്തണമെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് മൊബൈൽ നിർമ്മാതാക്കളോടും ഇറക്കുമതിക്കാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിനോടകം നിർമ്മിച്ചതും വിൽപ്പനയ്ക്ക് എത്തിച്ചതുമായ മൊബൈൽ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വഴി ആപ്പ് നിലനിർത്താൻ ശ്രമിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് 90 ദിവസവും റിപ്പോർട്ട് സമർപ്പിക്കുവാൻ 120 ദിവസവുമാണ് സമയം നൽകിയിട്ടുള്ളത്.